എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വയൻ ചെയ്യുന്ന വീഡിയോ. ഇത് കണ്ടോ, നമ്മുടെ വയനൊക്കെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഏകദേശം അല്ല, ശരിക്കും നല്ല അടിപൊളി വയനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നത് കഴിച്ചു നോക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വയൻ നിങ്ങൾ പൊട്ടിച്ചോ കഴിച്ചോ എന്നൊക്കെ. അപ്പോൾ അത് കാരണം നമ്മളിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വയന് നമ്മളിന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഇല്ല നിജോ? അടിപൊളി സംഭവമായിരിക്കും. എന്തായാലും നമ്മളതിനൊരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ വയൻ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റേണ്ടതെന്നുള്ളത്. ഓക്കെ, നല്ലോണം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇത് വേറെ പിഴിയേണ്ട കാര്യമൊന്നുമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് എല്ലാം കഴിഞ്ഞു. ഇതൊരു ചണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് അരിക്കാനോ അല്ലെങ്കിൽ ഇത് പിഴിയാനോ ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഇത് അരിച്ചെടുക്കുന്നേ ഉള്ളൂ. അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, അതിൻ്റെ നമുക്ക് ഇതും കളയാം. എന്നിട്ട് നമുക്ക് ശരിക്കുള്ള പ്യൂർ വയന് എടുക്കാം. വേണ്ട, നമ്മുടെ വയൻ്റെ കളർ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇനിയൊരു 1/2 ലിറ്റർ കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നെ എടുക്കാം. ഇതിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ സെർബിയൻ ട്രഡീഷണൽ അനുസരിച്ച് നമ്മൾ അതിനെ ട്രഡീഷണൽ സെർബിയ മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ അങ്ങനെയാണ് ആ സാധനം ആദ്യം സ്മെല്ല് ചെയ്യുക. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അളിയാ, പൊളി സാധനം. ഓ നിജോ, തകർത്തു. അടിപൊളി. നേരെ നമ്മളെല്ലാവരും കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. പറയാനില്ല, അടിപൊളി സാധനം. വയൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. മുന്നേയൊക്കെ വയൻ കുടിച്ചിട്ടുണ്ട് പലയിടത്തുനിന്നും, പക്ഷേ അതിനൊന്നും ഇത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ എല്ലാവർക്കും ഒഴിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും ചേഴ്സ് പറഞ്ഞ് ഈ വയൻ കുടിക്കാൻ പോവാണ്. നമ്മൾ ഈ വയന് കുടിച്ചു നോക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ട്. ഈ വയന് നിങ്ങൾ അന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെ വീട്ടിൽ ഉണ്ടായ മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ വയന്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. രാജീവ്, നമ്മുടെ രാജീവിന് ഇതിൻ്റെ ഈ കണ്ണ് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം എല്ലാവരും. സന്തോഷം, ഒരു നിജോ, ഇത് നമ്മുടെ അച്ചുവിനുള്ളതാണ്. അച്ചുവാണ് വീഡിയോ മാൻ. എന്താ അച്ചു, നിനക്കുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശിവാലി എന്നുള്ളത് സെർബിയൻ ലാംഗ്വേജ് ആണ്, ചിയേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറല്ലേ? അടിപൊളിയല്ലേ സംഭവം? അജിയെ സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്ത് ഇടയ്ക്ക് പലരും ചോദിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ ഇതൊന്ന് പരീക്ഷിക്കാൻ പറ്റും. ഇതേ റെസിപ്പി വെച്ചിട്ട്, നിജോയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സന്തോഷം? അടിപൊളിയല്ലേ? സ്വരൂപ് അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത ഒരാളാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ആളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും വരുന്നുണ്ട് സെർബിയയെക്കുറിച്ച്. എല്ലാവരും പുതുതായിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ
എല്ലാവർക്കും ശുഭദിനം. ബൈ. Cheers.